ആയപ്പോൾ ചായയുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കാനായിട്ട് ഒരു ആഗ്രഹം. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ ഒരു പാൻ എടുത്തു വെച്ചു. എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു 3-4 വെളുത്തുള്ളി അതും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തു. എന്നിട്ട് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 സവോള നീളത്തിൽ അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകും വരേക്കും നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പൊ സവോള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടി, ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി തക്കാളി മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തക്കാളി പെട്ടെന്ന് തന്നെ വെന്തുടഞ്ഞ് വരാൻ വേണ്ടി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി പതുക്കെ ഇതുപോലൊന്ന് സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഉടച്ചു കൊടുക്കണം. എന്നിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ദാ ഇപ്പം നമ്മുടെ പഫ്സിനുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫില്ലിംഗ് നമുക്ക് പഫ് പേസ്ട്രിയിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ വീറ്റിൻ്റെ പഫ് പേസ്ട്രിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഷോപ്പിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും ഈ പഫ് പേസ്ട്രി. ഇനി നമുക്ക് പതുക്കെ ഓരോന്നായിട്ട് എടുത്തതിന് ശേഷം ഈ മസാല കുറച്ചൊന്ന് വെച്ച് കൊടുക്കാം. ഒരുപാട് അങ്ങ് കൂടണ്ട. എന്നിട്ട് നമ്മൾ മുട്ട പുഴുങ്ങിയത് അതിങ്ങനെ നടുവേ കട്ട് ചെയ്തതിന് ശേഷം അത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ഇതുപോലൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കി വന്ന ആ 2 സൈഡും ഇതുപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഗ്യാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ മസാലയൊക്കെ ഈ ഗ്യാപ്പുള്ള സൈഡ് വഴി ലീക്ക് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പഫ്സ് ഇവിടെ എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അറ്റ് എ ടൈം 4 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അന്നേരം നമുക്ക് ഈ പഫ്സിൻ്റെ ഒക്കെ മുകളിൽ കണ്ടിട്ടില്ലേ നല്ല ഷൈനിങ് ആയിട്ട് ഒരു ഗോൾഡൻ കളറിലേക്ക് വരുന്നത്, അത് ഇതുപോലെ മുട്ട ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ സൈഡിലും നന്നായിട്ട് മുട്ട ഇതുപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 5 മിനിറ്റ് ആണ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം. ഇപ്പം നമ്മുടെ പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീറ്റ് പഫ്സ് ആയതുകൊണ്ടാണ് ഈ കളറിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ടേസ്റ്റിനൊന്നും ഒട്ടും തന്നെ വ്യത്യാസമില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ പഫ്സിന്റെ തന്നെ അതേ ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.